ഫ്രണ്ട്സ് പുതിയ വീഡിയോ ആയിട്ട് വന്നിക്കണേ. അപ്പോൾ മഴയൊക്കെ ഇപ്പം നിന്ന് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പം നമ്മളെ തൊടിയിൽ നല്ല അടിപൊളി പച്ചക്കറികളൊക്കെ വലുതായിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം ഇതായിട്ട് ഞങ്ങളെ പൈനാപ്പിൾ വിരിഞ്ഞ് വരുന്നുള്ളൂ. അപ്പം ഇത് നമുക്ക് വിരിഞ്ഞിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. മുള്ളിച്ചക്ക തൈ കാണിച്ചു തരാം. ഇതിപ്പോൾ 1 മാസം 10 മാസമൊക്കെ കഴിഞ്ഞുണ്ടാവും. ഇതാണ് മുള്ളിച്ചക്ക കേട്ടോ. ഇതാണ് വിയറ്റ്നാം എർലി. ഇപ്പോൾ 1 വർഷമാകണുള്ളൂ കേട്ടോ. പക്ഷേ അടുത്ത പ്രാവശ്യം തന്നെ ഇതിൽ കായ് നമുക്ക് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഇതാട്ടോ നമ്മളെ വൈതനങ്ങ വിളിച്ചിരിക്കുന്നത്. ഇത് കുഞ്ഞതാണ്. ഇതൊക്കെ വളർന്നു വരുന്നുള്ളൂ. കണ്ടോ, ഇതൊക്കെ പൊട്ടിക്കാത്തപ്പോ ഇതിന് വലുതാണ് കുറച്ചും കൂടി. അപ്പോഴേ നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ പറ്റൂത്. സ്കൂളിലേക്ക് എങ്ങനെ വെറുതെ പറിച്ചുണ്ടാക്കാൻ പറ്റുമോ? പൊരിച്ച് നമ്മള് ഇതാക്കിയിട്ട് കൊണ്ടുപോകാം. എവിടുന്ന പൊരിക്കുക? വീട്ടിൽ നിന്ന്. ആരാ പൊരിച്ചാറില്? ഇന്ന് എന്താ കൊണ്ടായത് സ്കൂൾക്ക്? ഇന്ന് സ്കൂൾക്ക് വൈതനങ്ങ കൊണ്ടുപോയി. വൈതനങ്ങയും ചോറും. വൈതനങ്ങ പറഞ്ഞാല് വെറും വൈതനങ്ങ, പൊരിച്ച വൈതനങ്ങ. ഓക്കെ. അപ്പൊ ഞാൻ വെണ്ടക്ക കാണിച്ചു തരാം. എവിടെ വെണ്ടക്ക? ഇങ്ങോട്ട് വായോ. ഇവിടെയാണ് മുളച്ച് നിക്കുന്നത്. കണ്ടോ, വെണ്ടക്ക മുളച്ച് നിക്കുന്നത്. അത് വെണ്ടക്ക തെയ്യാ മുളച്ച് നിക്കുന്നത്. വെണ്ടക്ക തെയ്യാണ് ഇത്. അതിലുണ്ടായി വരുന്നില്ലേ? ഇത് കുറച്ചുകൂടി ഉണ്ടാവാറുണ്ട്. ഇതെന്താ വെണ്ടക്ക ഒരു കളർ മാറ്റം ഉണ്ടല്ലോ? ഇതെന്താ ഇങ്ങനെ? അതങ്ങനെ വെണ്ടക്ക വേറെ വേറെയാണ്. ഇതെന്താ ചുവപ്പ് വെണ്ടയാണ് തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് വളർന്നു വരുന്നുള്ളൂ. ഇത് ഏകദേശം ഇപ്പൊ ഒരു ഓണാകുമ്പോ തന്നെ പൊട്ടിക്കാറാവോ? ഓണം അടുത്ത മാസമാണ്. കിട്ടുവോ? നമുക്ക് കുറച്ച് ദിവസം വലുതായിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പൊ ഞങ്ങള് അഗത്തിച്ചീര കാണിച്ചു തരാൻ പോവാണ്. ഇതാട്ടോ, ഇതാ ചീര, അഗത്തിച്ചീര. ഈ അഗത്തിച്ചീര പേര് വെച്ച് തിന്നിട്ടുണ്ടോ? ഞാൻ മിനിഞ്ഞാന്ന് കഴിച്ചുകൊണ്ട് ഇവിടുന്ന് ഈ തണ്ട് പൊട്ടിയിട്ട് കണ്ടോ, ഇവിടുന്ന് മുറിച്ചിട്ട് ബാക്കിയുള്ള തിന്നിക്കുന്നു. ഞാൻ തിന്നിട്ടുള്ള ലേശം. ഇഷ്ടമല്ല? ഇഷ്ടമാണ്, ലേശം. അപ്പൊ ഈ മരം ഇത് അഗത്തിച്ചീര തന്നെ നല്ല വലുതായിക്കൊള്ളില്ല. ഹലോ, ഇത് എന്താ മനസ്സിലായി? ചെക്കിട്ടിച്ചീരയാണോ ഒരു ഡൗട്ട് ഉണ്ട്. അത് തമിഴ്നാട്ടിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് എങ്ങനെയാ ഇപ്പോൾ ഒരു വിത്ത് ഇവിടെ വന്നിട്ട് ഇത് അൾസറിനൊക്കെ ഈ കായ ഇതുണ്ടോ, ഈ കായ വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ അൾസറിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കഴിച്ചു നോക്കിയാൽ അതിനെ താണു. ശരിയാണ്, ചെക്കിട്ടിച്ചീര തന്നെയാണ്. അതിലത്തെ കായാണ് ഇപ്പോൾ ഇത് ഉണ്ടായിരിക്കുന്നുണ്ടോ. ചിലതൊക്കെ പഴുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു കായ വീണിട്ടാണ് ഇപ്പോൾ ഒരു ചെടി ഇപ്പോൾ ഉണ്ടായി വന്നിരിക്കുന്നത്. ഇത് ഇഞ്ചിയാണ്. ഇത് കുറച്ചുള്ളൂ. മണ്ണിന്റെ അടിയിലാണ് ഇഞ്ചി. ഇനി വളർന്നു വന്നിട്ട് നമ്മൾ പറിക്കണം. മണ്ണിന്റെ അടിയിലാണ് ഇഞ്ചിയോ? ഇപ്പൊ കുഴിച്ചിട്ടുള്ളല്ലോ, ഇനി പൊട്ടിക്കാനുണ്ടല്ലോ സമയം. അപ്പൊ ഇത് എപ്പോഴാ പറിക്കുന്നത്? ഇഞ്ചി കുറച്ചേ കുഴിച്ചിട്ടുള്ളൂ അല്ലേ? ഒന്നാമത്തെ സ്ഥലം ഇല്ലാത്തോണ്ടാണ്. ആകെ 8 സെന്റ് സ്ഥലമല്ലേ ഉള്ളൂ. അതാ ചേമ്പ് നമുക്ക് നോക്കി നോക്കാം. വായോ സനഹമോള്, വായോ. ഈ ചേമ്പ് ഇജ്ജ് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. ഇത് നമ്മുടെ വീട്ടിലും ഉണ്ട് കേട്ടോ ചേമ്പ്. വട്ടയിൽ ചേമ്പ് അതായത് നമുക്ക് പറിക്കാറായിട്ടുണ്ടാവില്ല. വീട്ടിൽ തന്നെ പോയി നമുക്ക് പറിക്കണം കേട്ടോ. മഴ ഇതിപ്പോ മഴയൊക്കെ മഴ കഴിഞ്ഞപ്പോ നല്ല മൂട്ടില് മണ്ണൊക്കെ ഇട്ട് കൊടുത്തപ്പോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ ഞങ്ങൾ പുതിയ കോവക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായി, കോവക്ക. അപ്പൊ ഞങ്ങൾക്ക് അതൊക്കെ പറിച്ചു. നമ്മള് ഇത് ഇപ്പൊ വേറെയാണ് ഞങ്ങൾക്ക് വള്ളി മൂത്തപ്പോ ഇതാണ്ടില്ല. ഇപ്പൊ ഇത് നെറ്റാണ്. ഇതാണ്ടോ നെറ്റ് കണ്ടോ? ഇപ്പൊ പഴയ കോവക്ക വള്ളിയൊക്കെ നമ്മൾ പറിച്ച് നീക്കി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇതാ പറഞ്ഞപ്പോൾ കിളിർത്ത് വരുന്നുണ്ട്. കണ്ടങ്ങൾ ഇതുണ്ടോ, അതിൻ്റെ വള്ളി ഉണ്ടോ, നല്ല വണ്ണമുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ പടർന്ന് കഴിഞ്ഞിപ്പോൾ ഏകദേശം ഇപ്പോൾ 1 മാസം കഴിഞ്ഞത് ഫുള്ളും പടരും. എങ്ങനെയായാലും ഇപ്പോൾ അടുത്ത മാസത്തെ പൊട്ടിക്കാറാവും. ഈ വള്ളി മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവൂല. ഇനി ഇവിടെ കൃഷിയാണ്. കപ്പ കൃഷിയോ? അത് കപ്പ ഞാനാ നട്ടത്. കൊറേ കപ്പുണ്ട്. നോക്കുക, ഇതാണ് 3 മാസം കഴിഞ്ഞ ഈ മാങ്ങൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് എന്ത് മാങ്ങയാണിത്? മൂവാണ്ടനോ? മൂവാണ്ടനൊന്നുമല്ല, ഇത് ഒട്ടുമാവാണ്. കണ്ടോ, ഇത് അടിഭാഗം കണ്ടില്ല ഇതുണ്ടോ, ഒട്ടുമാവാണ്. ഇത് നമുക്ക് ഇത് വളർന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഇതൊക്കെ ഇത് എത്ര മാസം കഴിഞ്ഞിട്ട്? ഇത് നാരക ചെടിയാണ്. അതിപ്പോ എപ്പോഴുണ്ടാകുമെന്ന് പറയാൻ പറ്റൂല.
അപ്പോൾ ഞങ്ങളിതൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വീട്ടിലുള്ളതൊക്കെ കൊമ്പ് വെട്ടിക്കാണ്ട് പറിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കണേ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. ഇത് ഓറഞ്ചാണ്. നമ്മുടെ നാട്ടിൽ അതിന് ഓറഞ്ചൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവുമല്ലോ. ഇതാണ് കേട്ടോ ഇത് ഓറഞ്ച്. ഏകദേശം ഇപ്പോൾ ഈ വണ്ണം വെച്ചേക്കൊന്ന് ഇട്ടാ. സന്നമോളിപ്പോൾ 2 ആഴ്ചയായി വളപ്പിലേക്ക് വന്നിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. നമുക്കേ തൊടിയിൽ പണിയെടുക്കുമ്പോൾ ഭക്ഷണം ചായ ഒക്കെ കൊടുന്നതരല് സന്നമോളാണ് അല്ലേ? ജല കൊടുന്നതരല്. ഇതിൽ നാരകമൊക്കെ വരുമ്പോൾ കാണിച്ചു തരാം.